സിനിമയുടെ തുടക്കത്തിൽ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും നന്ദിക്ക് ശേഷം ഫോർ എവർ ഇൻസ്പിറേഷൻ നാദിർ ഷാ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. എത്ര നേരം എടുത്ത് ഈ ഫോർ എവർ ഇൻസ്പിറേഷൻ എഴുതാൻ? അങ്ങനെയില്ല, നമ്മള് അങ്ങനെ ഒരു വീട് ഉള്ളിൽ കിടന്ന ഒരു പരിപാടിയാണ്. കാര്യം ഇൻസ്പിറേഷൻ എല്ലാം പുള്ളിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കുറെ നാള് സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരാളാണ്. അതെ അതെ അല്ലേ, കണ്ടമാനം എൻ്റെ ഓർമ്മ വെച്ചിട്ട് കണ്ടമാനം ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ വരുന്ന ആളെ വരും എന്നുള്ളൊരു സാധനത്തിൽ വെച്ചിട്ട് അങ്ങനെ അവസാനം ഒരു പുള്ളിക്കൊരു ഹിറ്റ്, അവിടെ നിന്ന് കുറച്ച് ഹിറ്റുകൾ കൊടുക്കാൻ പറ്റി. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അദ്ദേഹത്തിന് അത്ര സ്വന്തമായി സംഗീതം ചെയ്യുന്നു, സ്വന്തമായി പാടുന്നു, സ്വന്തമായി എഴുതുന്നു, ഒരു ഫുൾ ഫിലിം യൂണിറ്റ് ഒറ്റയ്ക്കാണ് നാദർഷിക. പക്ഷെ അത് അധികം ആളുകൾ അംഗീകരിക്കാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2 ദശാബ്ദങ്ങളോടെ കഴിവുണ്ട്, പക്ഷെ അംഗീകരിക്കില്ല. അതിനൊരു മടിയാണ് പ്രബുദ്ധ കേരളത്തിൽ. ഇപ്പൊ സമദിന് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടല്ലോ. അതായത് ഗാനമേളയിൽ എല്ലാ പാടും വേഴ്സറ്റൈൽ ആയിട്ട് പാടുന്ന ആള്, എന്നാൽ സിനിമയിൽ അത്രയും പാടുന്നില്ല. നിങ്ങൾ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? ഇത് നിന്റെ സമയം വരുവാടാ നീ സ്ട്രഗിൾ ചെയ്യും? തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു സാധനം. ഞാൻ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം തന്നെയാണ് നമ്മുടെ ഓർമ്മ. കാര്യം അദ്ദേഹം ഫൈറ്റ് ചെയ്ത പോലെ ഒന്നും ഞാനും ചെയ്തിട്ടില്ല. അതിന്റെ പകുതി വരെ എത്തിയിട്ടില്ല അല്ലേ. ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും പാരഡി, പുള്ളി ഒരു പടത്തിൽ മ്യൂസിക് ചെയ്തിട്ടും നല്ല പാട്ടുകൾ ഹിറ്റ് അടിപ്പിച്ചിട്ടും പോലും പുള്ളിനെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് പലരും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടപ്പെട്ടു അല്ലേ. അന്ന് ഗംഭീര പാട്ടുകൾ എല്ലാവരുടെയും മനസ്സിൽ പാടിക്കൊണ്ടുവരുന്നത് അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. കാര്യം അത് മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ല പരിപാടി ചെയ്തിട്ടുണ്ട്, ചെയ്യണമുണ്ട്. അപ്പൊ അതിന്റെ പൈസ ചെയ്തിപ്പോ ഞാൻ അതിന്റെ പകുതി വരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഇതുപോലെ നമുക്കെല്ലാത്തിനും ഒരു സമയം വരണമല്ലോ. കാര്യങ്ങൾ ചെയ്തപ്പോ ഒരു സമയം ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ എന്നുള്ളതാണ് വരും പരിപാടിയാണ്. Anisha, how much of as a performer you were involved in the aesthetic of this film? When it comes to the costume, this costume definitely has a significance in the storytelling. Yes. So what was that initial discussion when into the team of this production, so that I should look this wise, so that there is some kind of things to be communicated in the film? Yes. So what was the discussion going on? Well, costume was definitely taken care by Sunita ji. Oh. Yeah, they decided the costume and it goes along with the character. So once you see the film, you'll actually get to know. Here, as you see the poster, it may look yeah, like sultry. it looks like I'm at home, right? Yeah. I'm an artist. Yes. And rest, you'll get to know. You have to watch the movie for that. You'll get to know that. Yes. I won't reveal much. ഇപ്പൊ ശ്രീജി, ഇതിന്റെ മ്യൂസിക്കിനകത്ത് വരുന്ന ഒരു ഡിസൈൻ ഉണ്ട്. അത് ഇപ്പം ഞാനൊരു റെഫറൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു സമയത്ത് ഈ ഹിന്ദി സിനിമകൾക്ക് പാരലായിട്ട് തന്നെ ഹിന്ദി സിനിമ ഞെട്ടിച്ചുകൊണ്ട് വരുന്ന ഈ റോയൽ സ്റ്റാജ് ലാർജ് ഷോർട്ട് ഫിലിംസ് എന്നൊരു സെറ്റ് ഉണ്ടായിരുന്നു. ജ്യൂസ് ഒക്കെ വന്നത് അവിടെ നിന്നാണ്. അപ്പൊ അതിന്റെ ഒരു സൗണ്ട് ഡിസൈൻ ഉണ്ട് ഇതിന്. അതായത് ഒരു സ്കേപ്പിംഗ്, ഇപ്പൊ ഇൻട്രോ സോങ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള സ്കേപ്പിംഗ് മൊത്തം ആ ലെവലിലാണ്. ഇപ്പൊ കാണുന്ന ഇപ്പൊ പെട്ടെന്ന് റീല് ഹിറ്റ് അടിക്കാനുള്ള ഷോർട്ട് ഫിലിമുകളുടെ ഒരു തത്രപ്പാട് ഇതിന് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഡിസൈൻ ഉണ്ടായിരുന്നോ? നമ്മൾ ആക്ച്വലി ഞാൻ ഒറ്റക്കല്ല മ്യൂസിക് ചെയ്തിരുന്നത്, ഞാൻ സോനു നമ്മൾ 2 ഫ്രണ്ട്സ് കൂടെ ചെയ്തത്. അപ്പോ സമതൊക്കെ എനിക്ക് ഇത് തരുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു, എന്നെ നന്ദു എന്ന് വിളിക്കുന്നത്. അപ്പൊ നന്ദു, ഇത് എപ്പോഴും കാണുന്ന പോലത്തെ ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് നീ നോക്കണ്ട, ഇതിലേക്ക് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഇത് ക്യാമറ ചെയ്തേക്കുന്നതാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും ഡിഫറെന്റ് ആണ്. അപ്പൊ നീ ഇതിനൊരു ഷോർട്ട് ഫിലിം എന്ന് ട്രീറ്റ് ചെയ്യാണ്ട് ഒരു ഫീച്ചർ ഫിലിം ആയിട്ട് തന്നെ അത് അങ്ങനെ ഒരു മനസ്സിൽ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ സമയത്ത് എന്തെങ്കിലും റെഫറൻസുകൾ കാര്യങ്ങളുണ്ടോ? റെഫറൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യാം. ഞങ്ങൾക്ക് ആക്ച്വലി ബാൻഡ് ഉണ്ട്, വില്ലിംഗ്ടൺ. സോ ഞങ്ങൾ ആ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് കുറച്ച് ഇതിലേക്കും കൊടുത്തേക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി സോനു ഭയങ്കര അടിപൊളി പിയാനിസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികൾ അതിൽ കേൾക്കാം. നമ്മൾ കൂടുതൽ പിയാനോ സംഭവം ഒരുപാട് ലൗഡ് ആക്കാണ്ട് ഒരുപാട്, അതായത് അതിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തു പോയേക്കുന്നത് മൊത്തത്തില്. അപ്പൊ ഫസ്റ്റ് സോങ് സമയത്ത് ഇതേപോലത്തെ ഒരു ട്രാക്ക് വേണമെന്ന് പറഞ്ഞു. സമയത്ത് മോനാണ് പാടിയേക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്താണ്. പിന്നെ അവിടെ നിന്ന് പിന്നെ പടം ഒരു 3 വേർട്ടിക്കളിൽ കൂടി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 വേർട്ടിക്കളിനെയും പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്കേപ്പിംഗ് പിടിക്കേണ്ട ഒരു സംഭവം തോന്നി. അങ്ങനെ ചെയ്യും. 25 മിനിറ്റിൽ ഏകദേശം 3 പാട്ടുകൾ, അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, തോന്നിയിട്ടുണ്ടോ വെച്ചാല്
ലൈക്ക് ഫസ്റ്റ് ഇൻട്രോ സോങ് ആണ് പിന്നെ ലാസ്റ്റ് ഒരു ഔട്രോയിലും കൂടിയാണ് മൂന്നാമത്തെ ട്രാക്ക് ഇംഗ്ലീഷ് ട്രാക്ക് വരുന്നത്, ഒരു വെസ്റ്റേൺ ട്രാക്ക് വരുന്നത് ഔട്രോയിലാണ്. അത് ആ പടത്തിന്റെ ക്ലൈമാക്സ് സീനിന്റെ പുഷ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു സംഭവം ചെയ്തത്. അപ്പൊ ഞാൻ ആക്ച്വലി സമുദ്രത്തിൽ ചോദിച്ചത് നമുക്ക് ആ മൂന്നാമത്തെ പാട്ട് നമുക്ക് വേണോ, അതൊക്കെ പറഞ്ഞ് ഇല്ലടാ അത് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള സംഭവം വന്ന് ഇനീഷ്യലി എനിക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് അതിൽ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അത് വേണം എന്നൊരു സംഭവം തോന്നി. ഇറ്റ് വാസ് വർക്കിംഗ് ഗുഡ് ആൻഡ് ഐ ഗെസ് കണ്ടവരെല്ലാരും നല്ലതായിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത് നിലവില്. കണ്ടമാനം ഫിലിപ്പ് ഞാൻ ഈ പറഞ്ഞ നമുക്ക് ആവശ്യത്തിന് മാത്രം പരിപാടി പിടിച്ചത് മതി. അത് സൈലൻസ് ആവുന്ന സമയത്ത് മ്യൂസിക് ഒന്നും വേണ്ട, കറക്റ്റ് മീറ്ററിൽ കാര്യങ്ങൾ പോയാൽ മതി എന്ന് കറക്റ്റ് ആയിട്ട് പിടിച്ചു വെച്ചാൽ മതി. മാം ഇപ്പൊ ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഇപ്പൊ നമ്മളൊരു സ്റ്റേജ് ഷോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോമഡി ഇൻവോൾവ് ആയിട്ടുള്ള വെബ് സീരീസ് ചെയ്യണം, അതൊക്കെ ആളുകൾ ആലോചിക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പൊ നദർഷക അമരത്തോടെ ചെയ്യുമ്പോൾ ആരും പ്രതീക്ഷിക്കാതെ വന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധത എലമെന്റ് ഉണ്ട്, ചൈൽഡ് അബ്യൂസിനെ പറ്റി പറഞ്ഞത്. അതാണ് ആ സിനിമയുടെ ഒരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് നമുക്ക് തോന്നിയത്. ഇതിനും അതിനകത്ത് അങ്ങനെ ഒരു എലമെന്റ് ഉണ്ട്, ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഘടകമുണ്ട്. അപ്പൊ അത് ഇദ്ദേഹമാണോ ഒന്ന് പറയുന്നത്, അതൊരു റിസ്ക് ആണെന്ന് തോന്നിയിരുന്നത്? അത് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് മനസ്സിലാക്കിയത്? അതെ, ടാലന്റ് ഉണ്ട് എന്ന് കൺഫേംഡ് ആണ്, അതിന് ഡൗട്ട് ഒന്നുമില്ല. സമത തന്നെ ചെയ്താലേ അത് സക്സസ് ആവൂന്നുള്ളത് 100% ഉറപ്പാണ്. എന്താ കാര്യം ചോദിച്ചാൽ ഞാൻ ഈ സബ്ജക്ട് പറഞ്ഞപ്പോഴും ഈ ഒരു പരിപാടി ഡെലിവറി കുറെ നാളായിട്ട് നമ്മുടെ ഉള്ളിൽ കിടന്ന പരിപാടിയാണ്. ഇതിന് വേറൊരു ഏരിയയിലോട്ട് പരിപാടി പിടിച്ചു വെക്കിയതാണ്, ഹൊറർ പരിപാടി. പക്ഷെ അത് മാറ്റിയിട്ട് നമ്മൾ വേറൊരു അതില് ഡാവിഞ്ചി സുരേഷ് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, കുറെ പറയാൻ പറ്റില്ല, അതൊക്കെ നമ്മള് ഭയങ്കരമായിട്ട് ഞാൻ അതാ പിടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ചെറിയ ടൈമിനുള്ളിൽ നമുക്ക് കണ്ടമാനം ലെങ്ത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ആരും കാണില്ല. ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഷോർട്ടായിട്ട് അതിനകത്തൊരു ചെറിയ അതിലെങ്ങനെ ഭംഗിയാക്കി എടുക്കാൻ പറ്റണ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഷോർട്ടായിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ നദർഷകയുടെ അടുത്ത് ഈശോന്റെ സമയത്ത് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ലക്ഷ്യപ്പേനയുടെ വില അറിയോ, അല്ലെങ്കിൽ ഇപ്പോഴും സാധാരണക്കാരുടെ കാര്യങ്ങൾ അറിയോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് എല്ലാ കാര്യത്തിനും കൃത്യം വില ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാനതൊരു ഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിന്റെ സമയത്ത്. ഇതിനകത്ത് ഇപ്പം പീക്ക് ടൈം ആണ്, ഇന്ന സമയത്ത് ഡെലിവറി ചെയ്താലാണ് ഞങ്ങൾക്ക് ഇന്ന പൈസ കിട്ടുക, ആ പൈസയുടെ എമൗണ്ട് ഒക്കെ ഏറെക്കുറെ ഈ ശരിക്കും പ്രിസൈസിലി അത്ര തന്നെയാണ്. ശരിക്കും ഇപ്പോഴും 500 രൂപയ്ക്കും 2000 രൂപയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളെ പരിചയവും അങ്ങനെ മനസ്സിലാക്കിയിട്ടാണോ? തീർച്ചയായിട്ടും കണ്ടമാനം ഫ്രണ്ട്സ്, എനിക്കൊരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ത്രോട്ടാണ് ചെറിയൊരു പരിപാടി. അത് ഇതല്ലായിരുന്നു, വേറൊരു പരിപാടി. അതിനകത്തുനിന്ന് എനിക്ക് വന്നൊരു പരിപാടി. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മള് പൈസ ഉള്ള പിള്ളേരും പൈസക്കാര് വീട്ടിലുള്ള പിള്ളേരും പോകുന്നുണ്ട് ഡെലിവറി. ഇപ്പൊ എന്റെ മോൻ തന്നെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ബാബിച്ച് ഞാൻ കുറച്ച് ഓടട്ടെ ഡെലിവറിക്ക്. കാര്യം അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ ചെറിയൊരു 1000 രൂപ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഈ ഒന്നിനും തികയൂല. ഒരു ദിവസത്തേക്ക് നമ്മളൊരു കടയിൽ പോയി സാധനം മേടിച്ചു തന്നെ നമുക്ക് 1000 രൂപ ഇപ്പൊ ഒന്നുമല്ല. കുറച്ച് സാധനം നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തെ സാധനം നമുക്ക് 1000 രൂപക്ക് മേടിക്കാം. ഇപ്പൊ അത് പറ്റില്ല. നമുക്കൊരു ദിവസം എങ്ങനെ വന്നാലും ഒരു 2500 എന്നാലാണ് നമുക്ക് കുറച്ച് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ പോലെ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ അതാണ്. അപ്പൊ എന്നാലും അതിനു വേണ്ടിയിട്ട് ഓടുന്ന പിള്ളേര് എന്തോരം നല്ല കാര്യങ്ങളും അതിൽ പലവർക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡെലിവറി ബോയ്സിന് ഞാനൊക്കെ കേട്ടിട്ട് കിടുങ്ങി പോയിട്ടുണ്ട്. നമ്മുടെ വേറൊരു ഫ്രണ്ട് പറഞ്ഞിട്ടൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഡെലിവറിക്ക് പോയിട്ടൊക്കെ അവര് മേടിക്കുന്ന രീതിയൊക്കെ അതൊക്കെ കേട്ടപ്പോ, പക്ഷെ അതൊന്നും ആരും പുറത്തു പറയില്ല. അവർക്ക് ജോലിയില്ല. പിന്നെ അതുപോലെ പല പല അനുഭവങ്ങളാണ്. അതിനകത്തുനിന്ന് ഒരു സാധനം കിട്ടിയതാണ് എനിക്ക് ഈ പരിപാടി, അങ്ങനെ പഠിച്ചതാണ്.